ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ക്ലാസ്സുകൾ ഇന്ന് പുനരാരംഭിക്കുകയാണ്. കഴിഞ്ഞ വെക്കേഷന് മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു. നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാതി വഴിയിലെത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചിരുന്നത്, അവസാനം നമ്മൾ നിർത്തിവെച്ചത്, മാർക്കറ്റിൽ നമുക്ക് രണ്ട് ടൈപ്പ് റെസിസ്റ്റേഴ്സ് നമുക്ക് ജനറലി അവൈലബിൾ ആണ്. ഒന്ന് വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ്. നമ്മൾ ലാബിലൊക്കെ പലപ്പോഴും നമ്മൾ ഫിസിക്സ് ലാബിൽ ഇലക്ട്രിക്കൽ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന റെസിസ്റ്റൻസ് ബോക്സ് ഒക്കെ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. രണ്ടാമത്തെ ഒരു ടൈപ്പ് ഉണ്ട്, പക്ഷെ അതിൻ്റെ വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സിന് അത്യാവശ്യം സൈസ് ഉണ്ടാവും. നേരെ മറിച്ച് കാർബൺ റെസിസ്റ്റേഴ്സ് എന്നുള്ളത് നമ്മുടെ ചെറിയ ഡിവൈസുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന റെസിസ്റ്ററാണ്. ആ റെസിസ്റ്ററിന് സൈസ് വളരെ കുറവാണ്. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും. ചീപ്പാണ്, അതുപോലെ തന്നെ സൈസ് കുറവാണ്. പക്ഷെ സൈസ് പറ്റ ചെറുതാകുന്ന സമയത്തുള്ള പ്രശ്നം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു പ്രശ്നം? വളരെ ചെറിയ സൈസ് ആകുമ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ് എന്ന് അതിന്മേൽ എഴുതാൻ കഴിയില്ല. എഴുതാൻ പ്രിൻ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ പോലും നമുക്കത് വായിക്കൽ ഭയങ്കര റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു കോഡിംഗ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഒരു കളർ കോഡ്. അത് കളർ രൂപത്തിലാണ് നമ്മൾ ആ കോഡ് കൊടുക്കുക. ഞാൻ കഴിഞ്ഞ തവണ സംസാരിച്ചിട്ടുണ്ട് നിങ്ങളോട്. സാധാരണ നമ്മൾ കോഡ് യൂസ് ചെയ്യലപ്പോഴാണ് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാവാതെ ഒരു പ്രത്യേക ഗ്രൂപ്പ് ആളുകൾക്ക് മാത്രം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യല്? കോഡ് യൂസ് ചെയ്യുക. അപ്പോൾ ആ കോഡ് പറയുന്ന സമയത്ത് നമുക്ക് ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് മാത്രം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല, പകരം ഇവിടുത്തെ കളർ കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? വാല്യൂ നമുക്ക് വളരെ മൈന്യൂട്ടായിട്ട് എഴുതി കഴിഞ്ഞാൽ, പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വായിക്കാൻ പ്രയാസമായിരിക്കും. നേരെ മറിച്ച് നമ്മളെ കണ്ണുകൾ കളറിനോട് കുറച്ചും കൂടെ സെൻസിറ്റീവാണ്. അപ്പോൾ ആ ഓരോ കളറിന് ഓരോ നമ്പർ കൊടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ കോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കോഡ്, അപ്പോൾ ഇതൊരു ഫിസിക്സ് അല്ല, മനസ്സിലായോ? ആ കോഡ് നമ്മൾ ബൈഹാർട്ടാക്കി വെക്കുന്നു, അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ രീതി മനസ്സിലാക്കി വെക്കുക. അത്ര കാര്യങ്ങളെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ ഈ കാർബൺ റെസിസ്റ്റർ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഉറപ്പാണ് നിങ്ങളൊക്കെ കാർബൺ റെസിസ്റ്റർ കണ്ടിട്ടുണ്ടാവേണ്ടതാണ്. ഏതെങ്കിലും ഡിവൈസൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും. ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഇതുപോലെ ആയിരിക്കും ഏകദേശം കാർബൺ റെസിസ്റ്റർ ഉണ്ടാവുക. ഇതുപോലെയാണ് കാർബൺ റെസിസ്റ്റർ നിങ്ങൾക്ക് കിട്ടുക. നോക്കൂ, ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റുന്ന കാര്യമാണ്. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, നോക്കൂ, ഇവിടെ ഉണ്ടോ? ഇതിൻ്റെ രണ്ട് ഒരുപാടെണ്ണം ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. ഞാൻ ഇതിൻ്റെ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. ഇതിൻ്റെ രണ്ട് ലീഡ് കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ കണക്ഷൻ കൊടുക്കൽ, ഒന്ന് ഈ സൈഡിൽ കണക്ഷൻ കൊടുക്കും, വേറൊന്ന് ഇവിടെയും കണക്ഷൻ കൊടുക്കും. അപ്പോൾ ഇത് കുറച്ച് വലിയ ഫോട്ടോ ആണ് എടുത്തുള്ളത്. സൈസ് കൂടി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് സൈസ് കൂടിയാണ്, വളരെ ചെറുതാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കണ്ടോ കളേർഡ് ബാൻഡുകൾ കൊടുത്തിന് 1 2 3. ഇവിടെ ഒരു 4th ബാൻഡ്, കുറച്ച് അകലെയായിട്ട് ഒരു 4th ബാൻഡും കൊടുത്തിട്ടുണ്ട്. ഈ രൂപത്തിൽ കളേർഡ് ബാൻഡുകൾ കൊടുത്തിട്ടുണ്ടാവും. ഈ ബാൻഡുകളുടെ ഓർഡറിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആൺകുട്ടികളൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടും. പക്ഷെ നമുക്ക് അങ്ങനെ വെറുതെ വാങ്ങിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ഡിവൈസിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കുക. ഞാനിനി നേരെ ഇതിൻ്റെ വാല്യൂ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ആ കോഡാണ്, കളർ കോഡാണ് ഇനി നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതിന് ശേഷം നമ്മൾ പറയാം. ആദ്യം നമ്മൾ ആ കളർ കോഡ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതാണ് കളർ കോഡ്. നോക്കി, ഇവിടെ ഞാൻ ഈ ഫസ്റ്റ് കോളത്തിൽ കളേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തതിൽ കണ്ടോ ഇവിടെ ഹെഡിങ് എന്താ കൊടുത്തത്? നമ്പർ എന്നാണ് കൊടുത്തത്, നമ്പർ. ദെൻ മൾട്ടിപ്ലയർ എന്താണെന്നൊക്കെ നമുക്ക് പറയാം. മൾട്ടിപ്ലയർ. ദെൻ ടോളറൻസ് എന്താണ് അതൊക്കെ എന്നുള്ളത് നമ്മൾ സംസാരിക്കാൻ പോകുന്നുണ്ട്. ആദ്യം നമ്മൾ ഈ ഓർഡറൊക്കെ ഒന്ന് നോക്കുക. ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്, ഗോൾഡ്, സിൽവർ, നോ കളർ എന്ന് വെച്ചാൽ ഒരു കളറും ഇല്ലെങ്കിലും അതിനെന്തോ ഒരു മീനിങ് ഉണ്ട് എന്നർത്ഥം. ഓരോ കളറിനും നോക്കൂ, നേരെ അതിൻ്റെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്.
ബ്ലാക്കിൻ്റെ നമ്പർ നോക്കൂ 0 എന്നാണ്. ബ്ലാക്കിൻ്റെ മൾട്ടിപ്ലയർ 1 എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഈ ഓർഡറിൽ പറയുകയാണെങ്കിൽ 1 10⁻0 എന്നാണ് കേട്ടോ. 10⁻0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. 1. അപ്പോൾ ബ്ലാക്കിൻ്റെത് 0, അതിൻ്റെ മൾട്ടിപ്ലയർ 1. ടോളറൻസ് അതിനൊന്നുമില്ല. എന്താ ടോളറൻസ് എന്നൊക്കെ നമുക്ക് പറയാം. ദെൻ ബ്രൗണിൻ്റെ നമ്പർ നോക്കൂ 1. ബ്രൗണ് അതിൻ്റെ മൾട്ടിപ്ലയർ 10⁻1. മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ 10ൻ്റെ മൾട്ടിപ്പിൾ എന്നാണ് ഉദ്ദേശിച്ചത്. റെഡ്, നിങ്ങൾ ജസ്റ്റ് ഈ നമ്പറും കളറിൻ്റെ ഓർഡറും ഈ നമ്പറുമാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. റെഡ് നോക്കൂ 2, 10⁻2. ഓറഞ്ച് 3, 10⁻3. യെല്ലോ 4 ആണ്. ഗ്രീന് നോക്കൂ 5, ബ്ലൂ 6 ആണ്. വയലറ്റ് 7, 10⁻7. ഗ്രേ 8, 10⁻8. വൈറ്റ് 9, 10⁻9. ഗോൾഡ് അത് ഈ നമ്പേഴ്സിൽ വരില്ല, അതിന് മൾട്ടിപ്ലയർ ഉണ്ടാവുക. മൾട്ടിപ്ലയറും ശരിക്കും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഞാൻ പറയാം നിങ്ങൾക്ക് ഇത് എന്താണുള്ളത്. 10⁻2. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ടേബിളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 10⁻−1. പക്ഷേ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്. ഗോൾഡ് ആണെങ്കിൽ ടോളറൻസ് 5% ആണ്. സിൽവർ ടോളറൻസ് 10% ആണ്. മൾട്ടിപ്ലയറിൻ്റെ സ്ഥാനത്ത് സിൽവർ വരികയാണെങ്കിൽ 10⁻−2. ഇനി ഒരു കളറും അവിടെ വന്നിട്ടില്ലെങ്കിൽ അതിനൊരു മീനിങ് ഉണ്ട്. അതിന് 20% ടോളറൻസ് ഉണ്ട് എന്നാണ് പറയുക. ടോളറൻസ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ആരും പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഡർ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് നിർബന്ധമാണ്. ഈ ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ. കാരണം ഇത് പിന്നെ ഓട്ടോമാറ്റിക്കലി ഇത് റെഡി ആണെങ്കിൽ 0, 1 to 9 ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഈ ഭാഗത്ത് നമുക്ക് അങ്ങനെ ചെയ്താൽ മതി. ഇത് മാത്രമാണല്ലോ അതിലെ സ്പെഷ്യൽ കേസ് ഉള്ളത്, അത് പ്രശ്നമില്ല. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഈ ഓർഡർ മനസ്സിലാക്കി വെക്കലാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? ഈ ഓർഡർ മനസ്സിലാക്കി വെക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഈ ഓർഡർ ഓർത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് തരാൻ പോവാണ്. ഇതിൻ്റെ ഓർഡർ കൃത്യമായി ഓർത്ത് വെക്കാൻ വേണ്ടി എൻ്റെ വക തരുന്ന സെൻറ്റൻസ് അല്ലത്. അത് മൊത്തത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അത് ബൈഹാർട്ടാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾ ബൈഹാർട്ടാക്കണം. നിങ്ങൾ ഒരിക്കൽ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അത് ബൈഹാർട്ടാകും. എനിക്ക് ഉറപ്പാണ്, എനിക്ക് 100% ഉറപ്പാണ്. അത് ബൈഹാർട്ടാകാത്തവരാരും ഉണ്ടാവില്ല, അത് കൺഫേം ആണ്. അത് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓർഡർ വളരെ ഈസി ആയിട്ട് ഈ കളേഴ്സിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ കാൽക്കുലേഷനൊക്കെ നമുക്ക് അതിന് ശേഷം പറയാം. അപ്പോൾ നമ്മൾ എന്താണ് ആ സെൻറ്റൻസ് നമുക്ക് നോക്കാൻ പോവാം. ഓക്കെ, ആ സെൻറ്റൻസ് ഞാൻ പറഞ്ഞാൽ എന്താ, അത് ഒരിക്കൽ നിങ്ങൾ കണ്ടാൽ മതി, നിങ്ങൾക്കത് ബൈഹാർട്ട് ആകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. ആ സെൻറ്റൻസ് ഒന്ന് കണ്ടോളൂ. എന്താ സെൻറ്റൻസ്? B.B. Roy of Great Britain has a very good wife. മറക്കൂലല്ലോ. B.B. Roy of Great Britain has very good wife. അപ്പോൾ B.B. Roy എന്നുള്ള ഒരാളെ പേരായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് അത് എവിടെയുള്ളതാണ്? ബ്രിട്ടനിലുള്ളതാണ്. നല്ലൊരു വൈഫ് ഉണ്ട് എന്നാണ് സംസാരിച്ചിട്ടുള്ളത്. അതിൽ നോക്കൂ, B.B. Roy, പിന്നെ ഓഫ് നമ്മൾ ഇഗ്നോർ ചെയ്ത് ഗ്രേറ്റിൻ്റെ G, ബ്രിട്ടൻ B, പിന്നെ വെരി ഗുഡ് വൈഫ് കണ്ടോ. അപ്പോൾ ആ ലെറ്റേഴ്സ് കംപ്ലീറ്റ് നോക്കുക. ആ ലെറ്റേഴ്സ് നോക്കിയിട്ടാണ് നമ്മളിത് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ നോക്കി, ഇത് നമ്മൾ ഫസ്റ്റ് കളേഴ്സ് B.B. Roy ഉണ്ടോ, ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സാണ്. അപ്പോൾ ഇവിടെ എത്തി, യെല്ലോയിലെത്തി കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഗ്രേറ്റ് ബ്രിട്ടൻ, ദ ഗ്രീൻ, ബ്രിട്ടൻ B, വെരി ഗുഡ് വൈഫ് കണ്ടോ. ഇതുവരെ എത്തേണ്ട ആവശ്യമുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി എത്തും. അത് ഞാൻ പറയാം. ബാക്കിയുള്ളത് എത്തൽ നമുക്ക് ഒരു പ്രശ്നമുള്ള കാര്യമില്ല, അത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എത്താൻ കഴിയും. അത് നമുക്ക് B.B. Roy ഓഫ് ഗ്രേറ്റ്, ആ B.B. Roy ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് വെരി ഗുഡ് വൈഫ്. ഇനി ഇതങ്ങോട്ട് ബൈഹാർട്ട് ആക്കി എന്നതുകൊണ്ട് മാത്രം നമുക്കിത് കാണാൻ കഴിയില്ല. കാരണം നമുക്ക് ഇത് ശ്രദ്ധിച്ചു നോക്കി, ഇതിൽ എത്ര ബി ഉണ്ട് നോക്കി. 1, 2, 3 ബി എന്നുണ്ട് 3 അപ്പോൾ ഇതാണ് ബൈഹാർട്ട് ആക്കിക്കൊണ്ട് നമുക്ക് ഈ ഓർഡർ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതാണ് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ്. B.B. Roy ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. ഈ സെൻറ്റൻസ് നിങ്ങൾ എല്ലായിടത്തും കാണുമല്ലോ കേട്ടോ. ഇനി ഇതിൽ നിന്ന് എങ്ങനെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത് ശരിക്കും മനസ്സിലാക്കും.
ആ ബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് വെരി ഗുഡ് വൈഫ്. അപ്പോൾ ആദ്യത്തെ ബി അത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ നമ്പേഴ്സ് ഈ വൈറ്റ് വരെയുള്ളൂ, ഇത് വേറൊരു സ്പെഷ്യൽ കാറ്റഗറിയാണ്. ഇതിപ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ഇതുവരെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ എന്ത് പറഞ്ഞില്ല, നമ്മളെ പിന്നെ ഈ സെൻറ്റൻസിലും ഗോൾഡ് സിൽവർ നോ കളർ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ മുതൽ ഇവിടം വരെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നോക്കൂ, ബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് വെരി ഗുഡ് വൈഫ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കി നോക്കൂ, ബ്ലാക്കിൽ തുടങ്ങി വൈറ്റിൽ അവസാനിക്കുന്നു. ഓ, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക്, കണ്ടോ? അപ്പോൾ നോക്കൂ, ആദ്യത്തെ ബി ആരാണ്? ആദ്യത്തെ ബി മനസ്സിലായി? ആദ്യത്തെ ബി ആരാ? ആദ്യത്തെ ബി ബ്ലാക്ക് ആണെന്നുള്ളതിൽ ഇനി സംശയം വരില്ല. അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്കാണ്. അപ്പോൾ ബ്ലാക്കിൽ തുടങ്ങി വൈറ്റിൽ അവസാനിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ബീൻ്റെ കാര്യത്തിൽ നമുക്ക് സംശയമില്ല, അതിനി ആരാണെന്നുള്ളതിൽ ഒരു ഡൗട്ടും വരാനില്ല. ആദ്യത്തെ ബി ബ്ലാക്ക് ആണ്. റെഡിയല്ലേ? ഓക്കെ, ഇനിയുണ്ടല്ലോ 2 ബി. ഇനി അതാണ് നമ്മൾ അടുത്തത് തീരുമാനാക്കേണ്ടത്. ആ 2 ബിയും നമ്മൾ ഒന്ന് തീരുമാനാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെ നോക്കൂ, അതിനിങ്ങനെ നോക്കുക, ഇവിടെ നോക്കൂ, ഇതാ ഇവിടെ ആരാ? ഗ്രീന് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആരാ അവിടെ ഉള്ളത്? ബ്ലൂ. അത് പിന്നെ എന്താ സംശയം? ഗ്രീന് കഴിഞ്ഞാൽ പിന്നെ ബ്ലൂ തന്നെയല്ലേ? പച്ച കഴിഞ്ഞാൽ നീല, പച്ച കഴിഞ്ഞാൽ പിന്നെ നീലൊക്കെ അല്ലാതെ പിന്നെ ആർക്കാ പിന്നെ അവിടെ ചാൻസ്? അങ്ങനെ തന്നെയല്ലേ ഇതിൻ്റെ പ്രയോഗം? പച്ച നീല എന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ? അപ്പോൾ പച്ച കഴിഞ്ഞാൽ നീല, ഗ്രീന് കഴിഞ്ഞാൽ ബ്ലൂ. അപ്പോൾ ഗ്രീന് കഴിഞ്ഞാൽ ബ്ലൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി പിന്നെ അടുത്ത ബീനെ പറ്റി പറയാനില്ലല്ലോ. അതാരാ? അത് ബ്രൗണ്. അപ്പോൾ നമുക്ക് ബ്ലാക്കിൽ തുടങ്ങി വൈറ്റിൽ അവസാനിക്കുന്നു. ആദ്യത്തെ ബി അപ്പോൾ ആരാണ്? ബ്ലാക്ക്. പിന്നെ പച്ച കഴിഞ്ഞാൽ നീല, ബ്ലൂ. ഗ്രീൻ, അപ്പോൾ ഗ്രീനിൻ്റെ അടുത്തുള്ളത് ആരാണ്? അത് ബ്ലൂ ആണ്. അപ്പോൾ പിന്നെ ഈ ബ്ലൂ ആരാണ്? ഈ ബി ആരാണ്? ഇത് ബ്രൗണ്. മനസ്സിലായല്ലോ? അപ്പോൾ ബ്ലാക്ക്, ബ്രൗൺ, റെഡ്. ഓക്കെ, അപ്പോൾ ഇനി അവിടെ പ്രശ്നമില്ല. പിന്നെ ജീൻ്റെ പിന്നെ പ്രശ്നമില്ലല്ലോ, 2 ജീ ഉണ്ട്. പക്ഷേ ഗ്രീനും ബ്ലൂവും അഡ്ജസ്റ്റൻ്റ് ആണെന്ന് മനസ്സിലായതോടുകൂടി ഇയാൾ ഗ്രേ ആണെന്നുള്ളത് പിന്നെ വേറെ പറയേണ്ടതില്ല. ബ്ലൂ ഗ്രീൻ മനസ്സിലായില്ലേ? ബ്ലൂ ഗ്രീന്, പച്ച നീല എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക, അത് നിങ്ങൾക്കറിയാം. പിന്നെ ഇവിടെ ഉള്ളത് ആരാ? ഗോൾഡ്, സിൽവർ, നോ കളർ. ഓക്കെ, നോക്കൂ, ബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് വെരി ഗുഡ് വൈഫ്. ആ വൈഫിന് ഏറ്റവും ഇഷ്ടം എന്താ? ഗോൾഡ്. അതില്ലെങ്കിൽ പിന്നെന്താ? പിന്നെ സിൽവർ. അതും ഇല്ലെങ്കിലോ വലിയ വാശിക്കാരിയാണ്. ഈ രണ്ടും ഇല്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. നോ കളർ. ക്ലിയർ അല്ലേ? അത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും വേണ്ട. ഓക്കെ, ഇനി നിങ്ങൾക്ക് നോക്കൂ നമ്പർ. അപ്പോൾ ഓർഡർ റെഡി അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടണം. അത് നമ്മൾ ഇവിടെ നോക്കിയിട്ട് സംസാരിക്കാൻ പോകാം കേട്ടോ. ഇവിടെ നോക്കിയിട്ട് സംസാരിക്കാൻ പോകാം. നിങ്ങൾ പറഞ്ഞോ, ഈ ബി ആരാ? കമോൺ, ഇവിടേക്ക് നോക്കരുത് കേട്ടോ, ഇവിടേക്ക് നോക്കരുത്, ഇവിടെ നോക്കിയിട്ട് പറയും. ഇതാരാണ്? ഫസ്റ്റ് ബി. യെസ്, ഫസ്റ്റ് ബി ബ്ലാക്ക് അല്ലേ? ഫസ്റ്റ് ബി ബ്ലാക്ക്. പിന്നെ ഇതാരാണ്? ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ. ഇത് നോക്കി നമ്മളെ പച്ച, നീല, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്. പിന്നെന്താണ് വൈഫിന് ഏറ്റവും ഇഷ്ടം? ഗോൾഡ്, സിൽവർ, നോ കളർ. പിന്നെ ഓർഡർ അങ്ങനെ ഇടാൻ ഒരു പ്രയാസമില്ല. 0 1 2 3 4 5 6 7 8 9. മൾട്ടിപ്ലയർ ആണെങ്കിലോ 10⁻0, 10⁻1, 10⁻2. അത് പറയാം എന്താ മൾട്ടിപ്ലയർ എന്നുള്ളതിലേക്ക് നമ്മൾ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ കോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. കോഡ് ബൈ ഹാർട്ടായില്ലേ? കോഡ് ബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് വെരി ഗുഡ് വൈഫ്. അത് ബൈ ഹാർട്ടായി, എല്ലാവർക്കും അത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന്, കാരണം നമ്പർ എന്താണ്, മൾട്ടിപ്ലയർ എന്താണ്, ടോളറൻസ് എന്താണ്, ഇതിൻ്റെ ഒന്നും വിവരങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈ കോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ വാല്യൂസ് എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ താഴെ കൊടുത്ത ഈ ഡയഗ്രം ആദ്യം നോക്കൂ. ഈ ഡയഗ്രത്തിൽ ഇപ്പോൾ നോക്കൂ, ഇത് പിന്നെ അല്ലെങ്കിൽ ഈ ബി നോക്കും, നമ്മൾ ആ കാർബൺ റെസിസ്റ്ററാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാർബൺ റെസിസ്റ്ററിൽ ഇവിടുത്തെ ഫസ്റ്റ് ലൈൻ കണ്ടോ? ഫസ്റ്റ് ബാൻഡ്, കളേർഡ് റിങ് അല്ലെങ്കിൽ കളേർഡ് ബാൻഡ് ആരവിടെ? യെല്ലോ. പിന്നെ ആരാണ്? വയലറ്റ്, ബ്രൗൺ, ഗോൾഡ്. ഇങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓർഡർ. ഈ ഗോൾഡ്, സിൽവർ, നോ കളർ എന്ന് പറഞ്ഞല്ലോ, അത് ഈ മൂന്നാമത്തെ ചാൻസ് ആണ് കേട്ടോ. അതിന് അത് പറയാം, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കളേർഡ് ബാൻഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ദ ഫസ്റ്റ് 2 ബാൻഡ്സ് ഇൻഡിക്കേറ്റ്സ് ദ ഫസ്റ്റ് 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഓഫ് ദ റെസിസ്റ്റൻസ് ഇൻ ഓംസ്. എന്ന് വെച്ചാൽ ഇവിടെ യെല്ലോ,
വയലറ്റ് ആണ് ഈ കേസിൽ ആദ്യത്തെ രണ്ടെണ്ണം. ഈ ആദ്യത്തെ രണ്ടും അപ്പോൾ യെല്ലോൻ്റെ നമ്മളെ കോഡിലെ യെല്ലോൻ്റെ നമ്പർ എത്ര നോക്കണം. നമുക്ക് നോക്കാം, അവിടെ നിൽക്കട്ടെ. ആ നമ്പർ എത്ര വെച്ചാൽ ആ നമ്പർ ഇവിടെ ആദ്യം എഴുതുക. പിന്നെ വയലറ്റിൻ്റെ നമ്പർ എത്ര നോക്കുക, അത് അതിനെ അടുപ്പിച്ചിട്ട് അതിന് തൊട്ടടുത്ത് ആ നമ്പർ എഴുതുക. അതാണ് ഫസ്റ്റ് ടു കളേർഡ് ബാൻഡ്സ് ഇൻഡിക്കേറ്റ്സ് ദ ഫസ്റ്റ് ടു ഡിജിറ്റ്സ് ഇൻ ദ റെസിസ്റ്റൻസ്. ആ ഓമിൽ റെസിസ്റ്റൻസ് എഴുതുമ്പോൾ അതിൻ്റെ ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് ആയിരിക്കും ഫസ്റ്റ് കളേർഡ് ബാൻഡ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അവിടെ നിൽക്കട്ടെ, നമുക്ക് എഴുതാം. മൂന്നാമത്തെ കളർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ദ തേർഡ് ബാൻഡ് ഇൻഡിക്കേറ്റ്സ് ദ മൾട്ടിപ്ലയർ. അപ്പം മൂന്നിവിടെ ഏതാ, ബ്രൗണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബ്രൗണിൻ്റെ നേരെ വരുന്ന മൾട്ടിപ്ലയർ എന്താണെന്ന് നോക്കുക, അതവിടെ ഇൻറ്റു അത് എഴുതുക. മനസ്സിലായല്ലോ? നമുക്ക് അത്രയൊന്ന് ആദ്യം എഴുതി നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളിലേക്ക് പോകാം. യെല്ലോ, വയലറ്റ്, ബ്രൗൺ അല്ലേ ഉള്ളത്. അപ്പോൾ യെല്ലോ നോക്കൂ, യെല്ലോ അവിടെ ഉണ്ട്, ഉണ്ടോ? യെല്ലോൻ്റെ നമ്പർ എത്രയാണ്, 4. അപ്പോൾ ആ 4 നമ്മൾ ആദ്യം എഴുതുന്നു. പിന്നെ വയലറ്റ് ആണ്, അപ്പോൾ നോക്കൂ വയലറ്റ് നമ്പർ എത്രയാണ്, 7. വയലറ്റ് നമ്പർ എത്രയാണ്, 7. അപ്പോൾ 4ഉം 7ഉം നമ്മൾ വളരെ അടുപ്പിച്ച് അവിടെ എഴുതുക ഈ കേസിൽ. മനസ്സിലായല്ലോ? ഇവിടെ ഞാൻ എഴുതി, ഇവിടെ 4, 7. അപ്പോൾ ഫസ്റ്റ് രണ്ട് കളേർഡ് ബാൻഡ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിലെ രണ്ട് നമ്പേഴ്സാണ്. അടുത്തടുത്ത രണ്ട് നമ്പർ നേരെ എഴുതുക. രണ്ടെണ്ണം എഴുതി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ഇങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ ഇൻറ്റു 10⁻². ഞാൻ റേസ് ടു എത്രയെന്ന് മനസ്സിലായാൽ മതി. അതിവിടെ ആരാണ്, ബ്രൗണ്. അതാണ് 10ൻ്റെ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞു കേട്ടോ. അത് നോക്കൂ, ബ്രൗൺ ഇതല്ലേ ബ്രൗണ്. ബ്രൗണിൻ്റെ മൾട്ടിപ്ലയർ എത്ര നോക്ക്, 10⁻1. ക്ലിയർ അല്ലേ? ബ്രൗണിൻ്റെ മൾട്ടിപ്ലയർ 10⁻1. അപ്പോൾ നോക്കൂ, ഇവിടെ ഞാൻ 10⁻1 എഴുതി. ഇനി അത്രയും ഓമാണ്, അത്രയും ഓമായി. ഇനി ഇവിടെ നാലാമത്തെ ഒരു കളർ ഉണ്ട്. നാലാമത്തെ കളർ നോക്കൂ, ദ ലാസ്റ്റ് ബാൻഡ് സ്റ്റാൻഡ്സ് ഫോർ ടോളറൻസ്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോസിബിൾ വേരിയേഷൻ ഇൻ പെർസെൻറ്റേജ് എബൌട്ട് ദ ഇൻഡിക്കേറ്റഡ് വാല്യൂ. അതായത് നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത ഈ വാല്യൂ ഉണ്ടല്ലോ, ഈ വാല്യൂവിൽ വരാവുന്ന എററിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വേരിയേഷൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് നമ്പർ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡിൻ്റെ ടോളറൻസ് എത്രയെന്ന് ഓർമ്മ ഉണ്ടോ, 5% ആണ്. ഗോൾഡിൻ്റെ ടോളറൻസ് എത്രയാണ്, 5% ഉണ്ടോ. ഇതവിടെ ഗോൾഡിനൂടെ ടോളറൻസ് എത്രയാണ്, 5%. എന്ന് വെച്ചാൽ ഇത് നമ്മളോട് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ വാല്യൂ ശരിക്കും കിട്ടിയ എത്രയാണ്, 470 ഓം ആണ് അല്ലേ. ഇത് ശരിക്കും എത്രയാണ്, 470 ഓം ±5% എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഈ 470 ഓമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. അതിൽ ±5%, അതിൻ്റെ ഒരു 5% വേരിയേഷൻ വരാം, കൂടാനോ കുറയാനോ ഒക്കെ സാധ്യത ഉണ്ട്. മനസ്സിലായോ? നേരെ മറിച്ച് ഇവിടെ സിൽവർ ആയിരുന്നെങ്കിലോ അവിടെ എത്ര വരിക, 10% എന്ന് വരിക. അപ്പോൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂവിൽ 10% വരെ വേരിയേഷൻ ഉണ്ടാവാം എന്നാണ് സൂചിപ്പിക്കുന്നത്. ആ സ്ഥാനത്ത് ഒരു കളറും ഇല്ലെങ്കിലോ 20% വരെ വേരിയേഷൻ ഉണ്ടാവാം. ക്ലിയർ അല്ലേ? ഇനി തേർഡ് കളർ അതാണല്ലോ ഇവിടെ മൾട്ടിപ്ലയറിൻ്റെ സ്ഥാനത്ത്. ഇപ്പോൾ പലരും ഈ ടേബിൾ കൊടുക്കുന്ന സമയത്ത് ഈ രണ്ട് വാല്യൂസും കൊടുക്കാറില്ല. പല പുസ്തകത്തിൽ നോക്കിയാലും നിങ്ങൾ കാണില്ല. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇത് കാണുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, പല പുസ്തകത്തിലും കാണാത്തത് മറ്റൊന്നുമില്ല, ഇത് തെറ്റായതുകൊണ്ടല്ല, പകരം മൾട്ടിപ്ലയർ ആയിട്ട്, ആ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ തേർഡ് ബാൻഡ് ആണല്ലോ, തേർഡ് ബാൻഡ് ആയിട്ട് ഗോൾഡും സിൽവറും വളരെ റെയർ ആയിട്ട് ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? നമ്മൾ പിന്നെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആ വാല്യൂം കൂടെ നമ്മൾ എടുത്തു. അപ്പോൾ ഈ 3 കളേഴ്സ് നോർമലി വരല് ടോളറൻസിൻ്റെ കേസിൽ മാത്രമാണ് എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നത് അടുത്ത വാല്യൂ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് തോന്നുന്നു. ഇവിടെ കൊടുത്ത നോക്കൂ, ഉദാഹരണം 3 റെഡാണ് കൊടുത്തത്, റെഡ് സിൽവറാണ്, റെഡ് സിൽവർ. ഇനി നമുക്ക് ടേബിൾ നോക്കാതെ ഒറ്റക്കും ചെക്ക് ചെയ്ത് നോക്കട്ടോ. നോക്കൂ, BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ വെരി ഗുഡ് വൈഫ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാം, ബിക്ക് ഇവിടെ എത്രയാണ്, 0 1 2 3 4 5 6 7 8 9. അപ്പോൾ റെഡ് ആണ് ഫസ്റ്റിൽ, റെഡിൻ്റെ നമ്പർ എത്ര, 2 ആണ് അല്ലേ. അപ്പോൾ 2 കൊടുത്ത്, പിന്നെ അടുത്തത് വരെ റെഡ്, അപ്പോൾ വീണ്ടും 2 തൊട്ടടുത്തിട്ടു, ഇൻറ്റു
അടുത്തതും റെഡിൻ്റെത് 2, അപ്പോൾ പക്ഷേ അടുത്ത 2 എന്തിലേക്കാണ് പോവുക? 10⁻². അപ്പോൾ അത്രയും ഓം. പിന്നെ പ്ലസ് ഓർ മൈനസ് ലാസ്റ്റിൽ ഇവിടെ ആരാളുള്ളത്? സിൽവറാണ്. സിൽവർ ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് വരെ ടോളറൻസ് എത്രയാണ്? 10%. അപ്പോൾ 22 ഇൻറ്റു 10⁻². ഓം. സ്റ്റൈലാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെഴുതാം? 2.2 കിലോ ഓം പ്ലസ് ഓർ മൈനസ് 10% എന്നൊക്കെ എഴുതാം അല്ലേ? ഒരു ഡെസിമലും കൂടി ഞാൻ പുറത്ത് കിട്ടാൻ 2.2. അപ്പോൾ 10⁻³ എന്നായി. 10⁻³ ആണ് ആര്? കിലോ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താണ്? ഫസ്റ്റ് 2 കളേർഡ് ബാൻഡ്സ് റെപ്രസെൻറ്റ്സ് ദ first two significant digits in the value of its resistance. The third colored band represents the multiplier and the fourth band represents the tolerance. എന്താ tolerance? Possible variation in percentage about the indicated value. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂവിൽ നമുക്ക് എത്രത്തോളമാണ് വേരിയേഷൻ വരാൻ സാധ്യത ഉള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് കളർ കോഡ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് കളർ കോഡ് അപ്ലൈ ചെയ്തിട്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതും പഠിച്ചു കഴിഞ്ഞു. ഒരൊറ്റ പ്രോബ്ലം കൂടെ ചെയ്തിട്ട് ഞാൻ ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത പ്രോബ്ലം ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പ്രോബ്ലം കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ഇനി ഇത് നിങ്ങൾ നേരിട്ട് ചെയ്യേണ്ടതില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണത് എന്ന് വെച്ചാൽ നേരിട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞത് നേരെ ഇപ്പം തന്നെ പോയിട്ട് ആ ടേബിൾ നോക്കി ഓരോ കളറിൻ്റെയും നേരെയുള്ള എന്താണെന്ന് നോക്കിയിട്ടല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഇതിപ്പോൾ നോക്കണ്ട. നിങ്ങൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ആദ്യം ഒറ്റയ്ക്ക് പഠിച്ചതിന് ശേഷം കാണാതെ വേണം ചെയ്യാൻ. ഓക്കെ? എന്നിട്ട് വേണമെങ്കിൽ ഇത് വെരിഫൈ ചെയ്തോ. ഞാൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന നേരെ നോക്കരുത് എന്നാണ് ഞാൻ ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് കേട്ടോ. ഓക്കെ. അപ്പോൾ ആദ്യം ഇവിടെ നമുക്കുള്ള കളേഴ്സ് ആരൊക്കെ നോക്കാം. കളേഴ്സ് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ആ കോഡൊന്ന് നമുക്ക് ആദ്യം നോക്കാം. BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് വെരി ഗുഡ് വൈഫ്. ഓക്കെ അല്ലേ? യെസ്. അത് നോക്കൂ. ബിക്ക് വാല്യൂസ് കൊടുക്കാം. ബിക്ക് എത്രയാണ്? 0, 1, 2, 3, 4, 5, 6, 7, 8 and 9. യെസ്. ഇനി നമ്മുടെ കളേഴ്സ് ആരൊക്കെ നോക്കാം. നമുക്കുള്ള കളേഴ്സ് ആരൊക്കെ നോക്കൂ. നമുക്ക് ആരൊക്കെ ഉള്ളത് ഇവിടെ? യെല്ലോ, റെഡ്, ബ്ലൂ ഓർഡറിലാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റിൽ നമുക്കുള്ളത് യെല്ലോ ആണ്. യെല്ലോ ഇതാണ് നമ്മുടെ ആദ്യത്തേത്. പിന്നെ ആരാണ്? യെല്ലോ, റെഡ് എവിടെ? റെഡിലൊന്നും കൺഫ്യൂഷൻ ഇല്ല. റെഡാണ് നമ്മുടെ രണ്ടാമത്തെ ബാൻഡ്. ദെൻ ബ്ലൂ ആദ്യത്തെ ബി ആണോ? ബ്ലാക്കിൽ തുടങ്ങി വൈറ്റിൽ അവസാനിക്കുന്നു. പച്ച കഴിഞ്ഞാൽ നീല. ഓക്കെ. അപ്പോൾ ഇയാളാണ്. അപ്പോൾ ഇതാണ് തേർഡ് വൺ. അപ്പോൾ നമുക്ക് ആ ഓർഡറിൽ കൊടുക്കാം. ആദ്യത്തെ ആരാ? യെല്ലോ. അപ്പോൾ യെല്ലോൻ്റെ എത്ര നമ്പർ? 4. പിന്നെ ആരാണ്? റെഡിൻ്റെ നമ്പർ എത്ര? 2 ഇൻറ്റു 10⁻². തേർഡ് ബ്ലൂവിൻ്റെ എത്ര? 6. കണ്ടോ? അത്രയും ഓം പ്ലസ് ഓർ മൈനസ്. ഇവിടെ ആരും തന്നണോ? ആരും തന്നിട്ടില്ല. ആരും തന്നിട്ടില്ലെങ്കിൽ പെർഫെക്റ്റ് ഏതാണ്? പ്ലസ് ഓർ മൈനസ് 20% എന്നത് പെർഫെക്റ്റ് ആയി. ചില ഘട്ടത്തിൽ നമ്മളെ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഓപ്ഷനൊക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ 20% സംസാരയിൽ ഉണ്ടാവില്ല. ഈ 3 ബാൻഡ് തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്ര മാത്രം എഴുതിയാൽ മതിയാകും. പക്ഷേ ഒരു ബാൻഡും ഫോർത്ത് ബാൻഡായിട്ട് ഒരു ബാൻഡും ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? അവിടുത്തെ ടോളറൻസ് 20%. അതും കൂടി എഴുതിയാൽ പെർഫെക്റ്റ് ആയി. Since there is no fourth band given, we can say that the tolerance is 20%. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സെഷനാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. ഞാൻ അടുത്ത ഭാഗത്തേക്ക് ഡെലിബറേറ്റ്ലി പോകാതിരിക്കുകയാണ്. കാരണം നിങ്ങൾ ഇത് ഇന്ന് തന്നെ വളരെ വളരെ സിമ്പിളായിട്ട് ആർക്കും മാർക്ക് വാങ്ങാൻ പറ്റുന്നൊരു ഭാഗമാണ് അല്ലേ? കാരണം ഒരുപാട് വിവരങ്ങളൊന്നും ആവശ്യമില്ല. ലോജിക്കൽ തിങ്കിങ് ആവശ്യമില്ല. ഒന്നും വേണ്ട. ആ കോഡ് മനസ്സിലാക്കി വെക്കുക. പരീക്ഷയ്ക്ക് മിക്കപ്പോഴും ചോദിക്കുന്നൊരു ഭാഗം കൂടിയാണ്. അപ്പോൾ ആർക്കും മാർക്കാക്കി മാറ്റാവുന്ന ഒരു ഭാഗമാണ്. എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ? താങ്ക് യു.